ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയിങ്ങു പുനരെങ്ങു കിടപ്പി തോർത്തൽ. വീണപൂവിൽ കുമാരനാശാൻ കുറിച്ചിട്ട വരികൾ ആറന്മുളയിൽ അച്ചട്ടായിരിക്കുകയാണ്. വിമർശനങ്ങളുടെ കത്രികപ്പൂട്ടിൽ കുരുങ്ങിയ മന്ത്രി വീണ ജോർജിന് തോൽവിയെന്ന അത്യാഹിതം പിണഞ്ഞിരിക്കുന്നു. ആറന്മുളയിലെത്തിയപ്പോൾ ആ കപ്പൽ ആടി ഉലഞ്ഞിരിക്കുന്നു. ഒരു കപ്പിത്താനും ഈ കപ്പൽ ഛേദത്തിൽ മാഡത്തിൻ്റെ രക്ഷക്കെത്തിയില്ല. കഴിഞ്ഞ യാത്രയിൽ വിജയതീരത്ത് അതിസുരക്ഷിതമായി നങ്കൂരമിട്ട് ക്യാപ്റ്റന്റെ മന്ത്രിപരിവാരത്തിൽ ഇരിപ്പിടമുറപ്പിച്ചെടുത്തു നിന്നാണ് ഇത്തവണ മൂക്കറ്റം മുങ്ങിയത്. ആരോഗ്യം അമ്പേക്ഷയിച്ചു പോയ കളരിയിൽ ഇപ്പോൾ ഏറ്റിരിക്കുന്ന പരിക്ക് അതിഗുരുതരം തന്നെ. ഇനി ആറന്മുള കണ്ണാടിയിലൊന്ന് നോക്കിയാൽ എതിരായ ഘടകങ്ങളെല്ലാം തെളിഞ്ഞു വരും. ജനരോഷം ശക്തമായിരുന്നുവെന്നത് സമ്മതിക്കാതെ തരമില്ല. കപ്പിത്താന്റെ ടീമിൽ നിർണായക പൊസിഷനിലായിരുന്നുവെങ്കിലും 5 വർഷ ഭരണത്തിൽ മിസ് പാസുകളായിരുന്നു അധികവും. ചർച്ചകൾ നിയന്ത്രിക്കുന്നതിനേക്കാൾ അതിശ്രമകരമാണ് 4.5 കോടിയുടെ ആരോഗ്യം കാക്കുന്നതെന്ന് പതിയെ തെളിഞ്ഞു വന്നു. കരിങ്കൊടിയുടെ കാറ്റേൽക്കുമ്പോൾ പറ്റുന്ന പരിക്കു പോലെയല്ല ഓപ്പറേഷൻ ടേബിളിലെ കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയാലുണ്ടാകുന്ന വേദനയെന്ന് രോഗികൾ കരഞ്ഞു പറഞ്ഞതിൻ്റെ അനുരണനം ആറന്മുളയിലെത്തിയത് സ്വാഭാവികം. പിക്ചർ അബീബി ബാക്കി ഹൈ എന്ന് പറഞ്ഞ് അബിൻ വർക്കി എത്തിയതോടെ പ്രതീക്ഷകൾ ഐസിയുവിലായി. കുമ്മനം രാജശേഖരന്റെ വരവ് കൂടിയായപ്പോൾ നില ആശങ്കാജനകം. ത്രികോണത്തിൽ ഭാഗ്യം തെളിയുമെന്നായിരുന്നു വാദം. പക്ഷേ ത്രിവർണത്തിനൊപ്പമായിരുന്നു തിരയിളക്കം. സ്ഥാനാർത്ഥി കുമ്മനമായതോടെ BJP വോട്ടുകളിൽ നുഴഞ്ഞു കയറി നേട്ടം കൊയ്യാമെന്ന മോഹവും വ്യതാവിലായി. 2016 MT രമേശ് നേടിയതിനൊപ്പം വോട്ട് കുമ്മനം കീശയിലാക്കിയതോടെ കാര്യങ്ങൾ ഗുണകരമായത് UDFന്. വീണ മാഡത്തിനെതിരെ CPMനുള്ളിൽ തന്നെ കുലം കുത്തികൾ പലരുമുണ്ടായിരുന്നു. 5 ആണ്ട് മുമ്പ് നെഞ്ചോട് ചേർത്ത ന്യൂനപക്ഷ വോട്ടുകൾ മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും ഇല്ലാത്ത സർക്കാർ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികളെ പോലെ കളം മാറ്റി ചവിട്ടി. കഴിഞ്ഞ തവണ സദാസമയവും കൂടെ നിന്ന സഭാസന്നാഹങ്ങളും സഹൃദയത്വം കാട്ടിയില്ല. ആരോഗ്യമേഖലയിലടക്കം ആറന്മുളയിൽ വികസനം കൊണ്ടുവരാനായില്ലെന്ന കുത്തുവാക്കുകളുമേറെ. ഒപ്പം ശക്തമായ ഭരണവിരുദ്ധ വികാരവും. വിമർശനങ്ങളുടെ മുൾമുനയിൽ നിന്ന മന്ത്രി ആറന്മുളയിൽ തോറ്റതിൽ അതിശയം കുറയുന്നതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല.